ഹലോ എവ്രി വൺ, ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ആലപ്പി ചിക്കൻ കറിയാണ്. അതിനായിട്ട് ഇവിടെ ഞാൻ 2 കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത്. മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് മാരിനേറ്റ് ചെയ്ത് ഒരു 1 അവർ മിനിമം ഒരു 1 അവർ വെക്കണം. അല്ലെങ്കിൽ ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ചിക്കൻ സോഫ്റ്റ് ആകും. പിന്നീട് ഒരു 4 സവാള ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, വറ്റൽമുളക്, കറിവേപ്പില, ഒരു 12ഓളം പച്ചമുളക് എടുത്തിട്ടുണ്ട്. നല്ല എരിവുള്ള പച്ചമുളകാണെങ്കിൽ നല്ലത്. ഇത് നന്നായി വറ്റിയതിന് ശേഷം 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്തേക്കുന്നത്. മല്ലിപ്പൊടി ഹോൾ മല്ലി പൊടിച്ചാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഞാനിവിടെ അല്ലാതെ പൊടിച്ച് വെച്ച മല്ലിപ്പൊടി തന്നെയാണ് ചേർത്തത്. 4 ടേബിൾ സ്പൂൺ തന്നെ ചേർക്കണം. അത് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കണം. മല്ലിപ്പൊടി നന്നായി വരണ്ടതിന് ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ ക്രഷ്ഡ് പെപ്പറും ഉപ്പും വീണ്ടും ചേർക്കേണ്ടതാണ്. മാരിനേറ്റ് ചെയ്തപ്പോൾ ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാൽ കൂടിയും എരിവിനായി ക്രഷ്ഡ് പെപ്പർ വീണ്ടും ചേർക്കണം. ഗരം മസാല കൂടി ചേർക്കണം. പിന്നീട് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിനകത്തിട്ട് നന്നായി വഴറ്റിയെടുക്കണം. തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. 2 തേങ്ങയുടെ എടുത്തിട്ടുണ്ട്. 2 കിലോ ചിക്കൻ ഉള്ളതുകൊണ്ട് 2 തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ 2-ാം പാൽ ഉപയോഗിച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. ചിക്കൻ നന്നായി വെന്തതിന് ശേഷം മാത്രം 1-ാം പാൽ ഒഴിക്കേണ്ടതാണ്. കാഷ്നട്ടിൻ്റെ പേസ്റ്റും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ അപ്പത്തിൻ്റെ കൂടെയാണ് ഇത് ചിക്കൻ കറി കഴിച്ചത്. നല്ല സ്വാദായിരുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു സോ മച്ച്.